to Bosco Campus Vision. This is Rani, Assistant Professor, PG, Department of Commerce, Don Bosco College, Kottayam. In this session, we are going to discuss what are the differences between fixed budget and flexible budget. What do you mean by zero-based budget? Then need, importance or advantages of zero-based budget. Let's start. What are the differences between fixed and flexible budget? What are the differences between fixed and flexible budget? First difference, it remains the same irrespective of the level of output in fixed budget. It remains the same irrespective of the level of output. Level of output അനുസരിച്ചോ level of activity അനുസരിച്ചോ ഒരു ബഡ്ജറ്റ് ചേഞ്ച് ചെയ്യുന്നില്ല എങ്കിൽ അല്ലെങ്കിൽ സെയിമായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു എങ്കിൽ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുക ഫിക്സഡ് ബഡ്ജറ്റ് എന്ന് പറയുക. ബട്ട് in flexible budget it varies in accordance with level of output or level of activity or volume of output. അപ്പോൾ നോക്കിയേ, ഒരു ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് ആണെങ്കിൽ ലെവൽ ഓഫ് ആക്ടിവിറ്റിക്ക് അനുസരിച്ച് അല്ലെങ്കിൽ ലെവൽ ഓഫ് ഔട്ട്പുട്ടിനനുസരിച്ച് അതെന്ത് ചെയ്യും, വേരി ചെയ്യും. അങ്ങനെയുള്ള ബഡ്ജറ്റിനെയാണ് എന്തെന്ന് പറയുക, ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് എന്ന് പറയുക. ഓക്കെ. സെക്കൻഡ് ഡിഫറൻസ് ഈസ് ഹിയർ കോസ്റ്റ് ആർ നോട്ട് ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു ദെയർ നേച്ചർ ഇൻ ഫിക്സഡ് ബഡ്ജറ്റ്. ഫിക്സഡ് ബഡ്ജറ്റിൽ എന്ത് ചെയ്യുന്നില്ല, കോസ്റ്റിനെ ക്ലാസിഫൈ ചെയ്യുന്നില്ല അക്കോർഡിംഗ് ടു ദെയർ നേച്ചറിൻ്റെ ബേസിൽ എന്ത് ചെയ്യുന്നില്ല, കോസ്റ്റിനെ ക്ലാസിഫൈ ചെയ്യുന്നില്ല. അതായത് ഫിക്സഡ് കോസ്റ്റ് എന്നോ വേരിയബിൾ കോസ്റ്റ് എന്നോ സെമി വേരിയബിൾ കോസ്റ്റ് എന്നോ അങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നില്ല എവിടെ, ഫിക്സഡ് ബഡ്ജറ്റിൽ. But in flexible budget, costs are classified according to nature. Costs are classified according to nature. That is, costs are classified into fixed cost, variable cost and semi-variable cost. Third difference is comparison is not possible. Comparison is not possible in fixed budget. ഫിക്സഡ് ബഡ്ജറ്റിനെ സംബന്ധിച്ചിടത്തോളം അവിടെ എന്തിനുള്ള സാധ്യതയില്ല, കമ്പാരിസൺ നടത്താനുള്ള സാധ്യതയില്ല. കമ്പാരിസൺ ഈസ് നോട്ട് പോസിബിൾ. ബട്ട് ഇൻ ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് കമ്പാരിസൺ ഈസ് പോസിബിൾ. Comparison is possible in flexible budget. Okay. The next one, it assumes that conditions will remain constant in fixed budget. Fixed budgetil നമ്മൾ എടുക്കുന്ന assumption എന്ന് പറയുന്നത് all conditions will remain constant. അതായത് ഒരു ബിസിനസ്സിൻ്റെ എന്ത് ബഡ്ജറ്റാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്, ആ ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കണ്ടീഷൻസും എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതൊരിക്കലും ചേഞ്ച് ചെയ്യില്ല എന്ന അസംഷൻ്റെ ബേസിലായിരിക്കും എന്ത് പ്രിപ്പയർ ചെയ്യുക, ഫിക്സഡ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ബട്ട് ഇൻ ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് ഇറ്റ് ഈസ് ചേഞ്ച്ഡ് ഇഫ് ലെവൽ ഓഫ് ആക്ടിവിറ്റി വേരീസ്. ലെവൽ ഓഫ് ആക്ടിവിറ്റി വേരി ചെയ്യുന്നതിനനുസരിച്ച് എന്തും ചേഞ്ച് ചെയ്യുന്നു, ഫ്ലെക്സിബിൾ ബഡ്ജറ്റിലെ കണ്ടീഷൻസും എന്ത് ചെയ്യുന്നു, ചേഞ്ച് ചെയ്യുന്നു. ഓക്കെ. The last difference is under changed circumstances cost cannot be ascertained. അപ്പം എന്തെങ്കിലും ചേഞ്ച്ഡ് സർക്കംസ്റ്റാൻസസ് ഉണ്ടെങ്കിൽ അങ്ങനെ വരുന്ന കേസിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, കോസ്റ്റ് cannot be ascertained. അവിടെ കോസ്റ്റിനെ നമുക്ക് അസർട്ടൈൻ ചെയ്യാൻ സാധ്യമല്ല. ബട്ട് കോസ്റ്റ് ക്യാൻ ബി ഈസിലി അസർട്ടൈൻഡ് അണ്ടർ ചേഞ്ച്ഡ് സർക്കംസ്റ്റാൻസസ്. ഏത് സാഹചര്യത്തിലാണെങ്കിലും ഏത് ചേഞ്ച്ഡ് സർക്കംസ്റ്റാൻസസിലാണെങ്കിലും കോസ്റ്റിനെ നമുക്ക് ഈസി ആയിട്ട് അസർട്ടൈൻ ചെയ്യാൻ പറ്റും ഫ്ലെക്സിബിൾ ബഡ്ജറ്റിൽ. എന്നാൽ ഫിക്സഡ് ബഡ്ജറ്റിൽ കണ്ടീഷൻസ് വേരി ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ സർക്കംസ്റ്റാൻസസ് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അവിടെ കോസ്റ്റിനെ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനനുസരിച്ച് അസർട്ടൈൻ ചെയ്യാനായിട്ട് സാധ്യം അല്ല. ഓക്കെ. അപ്പോൾ ദർ ആർ 5 ഡിഫറൻസ് ബിറ്റ്വീൻ ഫിക്സഡ് ബഡ്ജറ്റ് ആൻഡ് ഫ്ലെക്സിബിൾ ബഡ്ജറ്റ്. ദെൻ നെക്സ്റ്റ് heading, zero based budgeting. Zero based budgeting, it is a new managerial tool, has become increasingly popular since 1962. 1962 മുതൽ പോപ്പുലറായിട്ട് വന്ന ഒരു മാനേജീരിയൽ ടൂൾസ് ആണ് എന്തെന്ന് പറയുക, സീറോ ബേസ് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. ഇറ്റ് വാസ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ എക്സ് പ്രസിഡന്റ് ജിമ്മി കാർട്ടർ ഓഫ് അമേരിക്ക. അപ്പോൾ ദിസ് സിസ്റ്റം വാസ് ഫസ്റ്റ്ലി ഇൻട്രൊഡ്യൂസ്ഡ് ബൈ എക്സ് പ്രസിഡന്റ് ജിമ്മി കാർട്ടർ ഓഫ് അമേരിക്ക, then governor of the state of Georgia, as a means of controlling state expenditure. ആദ്യം ജിമ്മി കാർട്ടർ ആരായിരുന്നു, എക്സ് പ്രസിഡൻ്റ് ആയിരുന്നു. ദെൻ ഹി ബിക്കം എ ഗവർണർ അല്ലേ. ആ ടൈമിൽ എന്ത് ചെയ്തു, ആ സ്റ്റേറ്റിൻ്റെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ സ്റ്റേറ്റിൻ്റെ എക്സ്പെൻഡിച്ചറിനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു മാനേജീരിയൽ ടൂളാണ് എന്തെന്ന് പറയുക, സീറോ ബേസ് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. ഇറ്റ് റിഫേഴ്സ് ടു എ സിസ്റ്റം ഓഫ് budgeting. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് മീനിങ് ഓഫ് സീറോ ബേസ് ബഡ്ജറ്റിംഗ് ആണ്. ഓക്കെ.
It refers to a system of budgeting which is not based on any historical data. ഒരു ഹിസ്റ്റോറിക്കൽ ഡേറ്റയും കൺസിഡർ ചെയ്യാതെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ബഡ്ജറ്റാണ് എന്തെന്ന് പറയുക, സീറോ ബേസ് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. ബട്ട് ഇറ്റ് ഈസ് ഡെവലപ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ലൈക്ലി ആക്ടിവിറ്റീസ് ഓഫ് ദ ഫ്യൂച്ചർ പീരീഡ്. അപ്പം ഫ്യൂച്ചറിനെ കൺസിഡർ ചെയ്യാതെ അപ്പം നമുക്കറിയാം ഏതൊരു ആക്ടിവിറ്റി നമ്മൾ ഡിസൈൻ ഫോർകാസ്റ്റ് ചെയ്താലും അതിന് തൊട്ട് മുമ്പ് അത് നടന്നപ്പോൾ അത് എങ്ങനെയായിരുന്നു, ആ പാസ്റ്റ് ആക്ടിവിറ്റീസിനെ നമ്മളൊന്ന് കൺസിഡർ ചെയ്തിട്ടായിരിക്കും ഫ്യൂച്ചറിൽ എന്ത് ചെയ്യണം, ഇനി അതെങ്ങനെ ആയിരിക്കണം എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് അല്ലേ. എന്നാൽ ഈ സീറോ ബേസ് ബഡ്ജറ്റിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹിസ്റ്റോറിക്കൽ ഡേറ്റ ഒന്നും തന്നെ നമ്മൾ എന്തായിട്ട് എടുക്കില്ല, കൺസിഡർ ചെയ്യുകയില്ല. ബട്ട് ഈസ് ഡെവലപ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ലൈക്ലി ആക്ടിവിറ്റീസ് ഓഫ് ദ ഫ്യൂച്ചർ പീരീഡ്. ഇതെല്ലാം പുതുതായിട്ട് വരുന്ന ഫ്യൂച്ചറിൽ ചെയ്യാൻ പോകുന്ന ഒരു ആക്ടിവിറ്റി ആണെന്ന് കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നത്. ഓക്കെ, ദ ബഡ്ജറ്റ് ഈസ് ബേസ്ഡ് ഓൺ സീറോ ഓർ സ്കാച്ച്. അപ്പം ഒന്നും, അതായത് ബേസ് ഒന്നുമില്ല, പാസ്റ്റ് ഫിഗേഴ്സിനെ ഒന്നും തന്നെ കൺസിഡർ ചെയ്യുന്നില്ല. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്, സീറോയിൽ നിന്ന് തുടങ്ങുക. നമ്മുടെ മുന്നിലൊന്നുമില്ല, അതായത് നമ്മൾ പുതുതായിട്ട് ഡിസൈൻ ചെയ്യാൻ നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഒന്നുമില്ല. നമ്മൾ പുതുതായിട്ട് ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ അത് എങ്ങനെയായിരിക്കും എന്ന് നമ്മൾ ആലോചിച്ച് ചെയ്യുക, അത്രയേ ഉള്ളൂ. പാസ്റ്റ് ഫിഗേഴ്സിനെ ഒന്നും തന്നെ എന്ത് ചെയ്യുന്നില്ല, കൺസിഡർ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ദിസ് ബഡ്ജറ്റിംഗ് ഈസ് ബേസ്ഡ് ഓൺ സീറോ ഓർ സ്ക്രാച്ചിൽ നിന്ന് അല്ലെങ്കിൽ സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബഡ്ജറ്റ് ആയിരിക്കും എന്തെന്ന് പറയുക, സീറോ ബേസ് ബഡ്ജറ്റിംഗ്. ഓക്കെ, ഇറ്റ് ഈസ് നോൺ ആസ് സീറോ ബേസ് ബഡ്ജറ്റിംഗ്. ഓക്കെ, ദെൻ ICMA London defines it as a method of budgeting whereby all activities are re-evaluated each time a budget is set. ഓരോ ബഡ്ജറ്റ് സെറ്റ് ചെയ്യുമ്പോഴും നമ്മുടെ ആക്ടിവിറ്റീസിനെ എന്ത് ചെയ്യുകയാണ്, ഇവാലുവേറ്റ് ചെയ്യുകയാണ്. ഓരോ ആക്ടിവിറ്റീസിനെ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ട് ഓരോ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോഴും ഓരോ ആക്ടിവിറ്റീസിനെ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ബഡ്ജറ്റ് ചെയ്യുന്നു എങ്കിൽ അങ്ങനെയുള്ളൊരു മെത്തേഡ് ഓഫ് ബഡ്ജറ്റിങ്ങിനെയാണ് എന്തെന്ന് പറയുക, സീറോ ബേസ് ബഡ്ജറ്റിംഗ് എന്ന്. ദെൻ നീഡ്, importance, advantages of zero based budgeting. Need or importance or advantages of zero based budgeting. ഇത് ഏത് ചോദിച്ചാലും നമ്മൾ ഇത് തന്നെ എഴുതുക. ഓക്കെ, ഫസ്റ്റ് വൺ, ഹെൽപ്സ് ഇൻ ജുഡീഷ്യസ് അലോക്കേഷൻ ഓഫ് ഫണ്ട്. ജുഡീഷ്യസ് അലോക്കേഷൻ ഓഫ് ഫണ്ടിന് വളരെ ഹെൽപ്ഫുള്ളാണ് എന്തെന്ന് പറയുക, സീറോ ബേസ് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഇനേബിൾസ് ദ മാനേജ്മെൻറ്റ് ടു അലോക്കേറ്റ് ഫണ്ട്സ് ഓൺലി ടു റിക്വയർമെൻറ്റ്സ് ഓഫ് ദ പ്രോഗ്രാം. എന്ത് പ്രോഗ്രാമിന് ആണോ ഇപ്പോൾ ഫണ്ട്സ് ആവശ്യമായിട്ടുള്ളത് ആ ഒരു പർട്ടിക്കുലർ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് മാത്രം എന്ത് ചെയ്യുക, ഫണ്ട് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് മാനേജ്മെൻറ്റിന് സാധ്യമാക്കി കൊടുക്കും എന്ത്, സീറോ ബേസ് ബഡ്ജറ്റിംഗ് എന്നത്. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ, ഹെൽപ്സ് ഇൻ ഇംപ്രൂവിങ് എഫിഷ്യൻസി ഓഫ് മാനേജ്മെൻറ്റ്. ഹെൽപ്സ് ഇൻ ഇംപ്രൂവിങ് എഫിഷ്യൻസി ഓഫ് മാനേജ്മെൻറ്റിൻ്റെ എഫിഷ്യൻസിയെ ഇംപ്രൂവ് ചെയ്യിക്കുന്നതിന് സഹായിക്കും. നോക്കാം, ഇറ്റ് ഇംപ്രൂവ്സ് ദ എഫിഷ്യൻസി ഓഫ് ദ മാനേജ്മെൻറ്റ് ആസ് ഈച്ച് മാനേജർ ഹാസ് ടു ജസ്റ്റിഫൈ ദ ഡിമാൻഡ് ഫോർ റിസോഴ്സസ്. ഓരോ മാനേജേഴ്സ് നമുക്കറിയാം ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മാനേജേഴ്സ് ആയിരിക്കും ആ ഓരോ പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് അല്ലെങ്കിൽ റിസോഴ്സിന് വേണ്ടിയിട്ട് ഡിമാൻഡ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ഏത് മാനേജറാണ് നമുക്ക് ഫണ്ട് ആവശ്യപ്പെടുന്നത്, അതായത് ഏതാണ് മോസ്റ്റ് എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യുന്നത്, അവർക്കല്ലേ ഫണ്ട് അലോക്കേറ്റ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു ഇവാലുവേഷൻ നടത്താനായിട്ടും അങ്ങനെ ഇവാലുവേഷൻ നടത്തുന്നത് വഴി മാനേജ്മെൻറ്റിൻ്റെ എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യാനായിട്ടും സാധിക്കും. Okay, only those activities will be undertaken which will have justification and will be essential for the business. Okay, only those activities will be undertaken which will have justification and will essential for the business. ഓരോ ആക്ടിവിറ്റീസിനെയും നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെടുത്ത് എന്താണ് തറോ സ്റ്റഡി ചെയ്യുന്നു, അത് ജസ്റ്റിഫൈഡ് ആണോ, ആവശ്യമുണ്ടോ, അത് ബിസിനസ്സിന് അത്യാവശ്യമാണോ എന്നുള്ളതൊക്കെ എല്ലാം ഐഡൻറ്റിഫൈ ചെയ്ത് അതനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, ഫണ്ട് അലോക്കേറ്റ് ചെയ്യാനും അതിനോടൊപ്പം മാനേജ്മെൻറ്റിൻ്റെ എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യാനായിട്ടും. നെക്സ്റ്റ് അഡ്വാൻറ്റേജസ് ഈസ് helps in identifying economic and uneconomic areas. Economic areas ഏതാണ്, uneconomic areas ഏതാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. It helps in identifying economic and uneconomic areas. Emphasis can be given to economic areas and any alternative course of action will also be considered. അപ്പം നമ്മുടെ ബിസിനസ്സിനകത്ത് നമ്മൾ ഫണ്ട് അലോക്കേറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ അവിടെ ഏതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ബെനിഫിഷ്യൽ ആയിട്ടുള്ളത് ഏതാണ്,
നമുക്ക് ഫിനാൻഷ്യലി ബെനിഫിറ്റ് ആകുന്ന ആക്ടിവിറ്റീസ് എന്താണ്, അതെന്താണ്, അല്ലെങ്കിൽ ആ ഏരിയ എന്താണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനും അതനുസരിച്ച് അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ഓൾട്ടർനേറ്റീവ് കോഴ്സസ് ഉണ്ടോ, അല്ലെങ്കിൽ അൺഎക്കണോമിക് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ ഉണ്ടോ എന്നുള്ളതൊക്കെ കൺസിഡർ ചെയ്യാനും ഒക്കെ എന്തിനു സഹായിക്കും, നമ്മുടെ മാനേജ്മെൻറ്റിനെ സഹായിക്കും എന്ത്, സീറോ ബേസ് ബഡ്ജറ്റിംഗ്. Then next one, optimum use of resources. It helps the management to make the optimum use of available resources. അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സിനെ മാക്സിമം ഓർ ഒപ്റ്റിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് മാനേജ്മെൻറ്റിന് സാധ്യമാക്കി കൊടുക്കുന്നു. A list of priorities will be prepared and the cost benefit analysis will be the guiding principle in fixing the priority. Okay, അപ്പോൾ പ്രയോറിറ്റി ആദ്യം the list of priorities will be പ്രിപ്പയർഡ്. ഒരു പ്രയോറിറ്റി ലിസ്റ്റ് ആദ്യം തന്നെ പ്രിപ്പയർ ചെയ്യുന്നു. അത് എന്തിൻ്റെ ബേസിലായിരിക്കും പ്രയോറിറ്റി ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത്, കോസ്റ്റ് ബെനഫിറ്റ് അനാലിസിസ് നടത്തിയിട്ട് ആ ഗൈഡിങ് പ്രിൻസിപ്പിളിൻ്റെ ബേസിലായിരിക്കും എന്ത് ചെയ്യുന്നത്, പ്രയോറിറ്റി ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, then inefficiency is not carried to the next year. അപ്പോൾ ഈ വർഷം നമ്മളൊരു ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു, അതിൽ നിന്ന് നമുക്കൊന്നും കിട്ടുന്നില്ല, അതിൽ നിന്ന് അല്ലെങ്കിൽ അതൊരു അൺഎക്കണോമിക് ഏരിയ ആണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്താൽ അത് നെക്സ്റ്റ് ഇയറിൽ എന്ത് ചെയ്യേണ്ട, ക്യാരി ഫോർവേഡ് ചെയ്യേണ്ട. അതാണ് ഇൻഎഫിഷ്യൻസി, ഒരിക്കലും എന്ത് ചെയ്യേണ്ട, ക്യാരി ഫോർവേഡ് ചെയ്യേണ്ട. ഓക്കെ, ഇൻഎഫിഷ്യൻസി ഈസ് നോട്ട് ക്യാരിഡ് ടു ദ നെക്സ്റ്റ് ഇയർ. ഇറ്റ് ഡസ് നോട്ട് പെർപെച്വേറ്റ് ഇൻഎഫിഷ്യൻസി ബൈ ക്യാരിങ് ഇറ്റ് ഫോർവേഡ് to the next budgeting period as fresh estimate is made each time on allocating fund. നമുക്കറിയാം ഓരോ ഫണ്ട് അലോക്കേഷൻ നടക്കുമ്പോഴും ഫ്രഷ് എസ്റ്റിമേറ്റ് മെയ്ഡ് ചെയ്തുകൊണ്ടാണ് സീറോ ബേസ് സിസ്റ്റത്തിൽ അലോക്കേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഒരു ഇൻഎഫിഷ്യൻസി ഉണ്ട്, നമുക്കതിനെ നമ്മൾ നോക്കുന്നത് പോലുമില്ല. പുതിയ പ്രോജക്റ്റാണ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഫണ്ട്സ് അലോക്കേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇൻഎഫിഷ്യൻസി ഒരിക്കലും എന്ത് ചെയ്യപ്പെടുന്നില്ല, ക്യാരി ഫോർവേഡ് ചെയ്യപ്പെടുന്നില്ല. ദെൻ നെക്സ്റ്റ് വൺ, ഇൻഫ്ലേറ്റഡ് ബഡ്ജറ്റ് അലോട്ട്മെൻറ്റ് റിക്വസ്റ്റ് ആർ ബ്രോട്ട് ടു ലൈറ്റ്. അപ്പോൾ ഇൻഫ്ലേറ്റഡ് ബഡ്ജറ്റ് അലോട്ട്മെൻറ്റ് റിക്വസ്റ്റ് ആർ ബ്രോട്ട് ടു ലൈറ്റ്. അപ്പോൾ അതിനെ വെളിച്ചത്തേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇറ്റ് ബ്രിങ്സ് ടു ലൈറ്റ് ഇൻഫ്ലേറ്റഡ് ബഡ്ജറ്റ് അലോട്ട്മെൻറ്റ് റിക്വസ്റ്റ്. ഇറ്റ് ഈസ് വെൽ സ്യൂട്ടഡ് ടു സച്ച് ആക്ടിവിറ്റീസ് സച്ച് ആസ് മാർക്കറ്റിംഗ്, അഡ്മിനിസ്ട്രേഷൻ, സർവീസിങ് എക്സെട്ര. അപ്പം ഏതാണോ എന്താണ് നമുക്കറിയാം, ഇൻഫ്ലേറ്റഡ് ആയിട്ടുള്ള ബഡ്ജറ്റ് അലോട്ട്മെൻറ്റ് റിക്വസ്റ്റിനെ വെളിച്ചത്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും അല്ലേ. ഏതൊക്കെ ആക്ടിവിറ്റീസ് ആയിട്ട് ബന്ധപ്പെട്ടതാണ് ഈ ബഡ്ജറ്റ് അലോട്ട്മെൻറ്റ് എന്ന് പറയുക, മാർക്കറ്റിംഗ് ഫീൽഡ് ആയിക്കോട്ടെ, അഡ്മിനിസ്ട്രേഷൻ ഫീൽഡ് ആയിക്കോട്ടെ, സർവീസിംഗ് ഫീൽഡ് ആയിക്കോട്ടെ, അങ്ങനെയുള്ളിടത്തെല്ലാം ഈ ഇൻഫ്ലേറ്റഡ് ബഡ്ജറ്റ് അലോട്ട്മെൻറ്റ് റിക്വസ്റ്റിനെ നമുക്ക് പുറത്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും അല്ലേ, വെളിച്ചത്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വൺ, ഹെൽപ്സ് ഇൻ ദ ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് യൂസ് ഓഫ് റിസോഴ്സസ്. Helps in the best alternative use of resources. It is the most effective technique as it aims at finding out the best alternative use of the scarce resources of the concern. നമ്മളത് ആദ്യമേ പറഞ്ഞതാണ്, സ്കേഴ്സ് റിസോഴ്സിനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നു. അതിൻ്റെ ഒരു ഓൾട്ടർനേറ്റീവ് യൂസ് എന്താണ്, റിസോഴ്സസിൻ്റെ ഓൾട്ടർനേറ്റീവ് യൂസ് ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്താണ്, മാക്സിമം സ്കേഴ്സ് റിസോഴ്സസിനെ ഒപ്റ്റിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. Dear students, watch and listen the lecture carefully and write the assignment question. What are the differences between fixed and flexible budget? First question is, what are the differences between fixed and flexible budget? What is zero-based budgeting? What are the needs or importance or advantages of zero-based budgeting? Last question, what are the need or importance or advantages of zero-based budgeting?